ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GNN/GJ സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പാൽ കപ്പയാണ്. ടേസ്റ്റി ആയിട്ടുള്ള പാൽ കപ്പ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പാൽ കപ്പ ഉണ്ടാക്കാനായിട്ട് ആദ്യമേ 1/2 കിലോ കപ്പ നന്നായി കഴുകി ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് നുറുക്കിയ കപ്പ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സാക്കി അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. കപ്പ നന്നായി വേവണമെന്നില്ല, 1/4 ഭാഗം വെന്ത് വന്നാൽ മതി. 1/4 ഭാഗം വെന്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കപ്പ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ട് ഈ കപ്പ മാറ്റിയതിന് ശേഷം 4 ചെറിയ ഉള്ളി ചതച്ചത് ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 5 പച്ചമുളക് ചതച്ചത് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ ചേർക്കാം. 1.5 തേങ്ങയുടെ പാലാണ് ഇവിടെ ചേർക്കേണ്ടത്. ഇനി ഗ്യാസ് കത്തിച്ച് കപ്പ വേവിക്കാൻ വെക്കാം. തേങ്ങാപ്പാലിൽ കപ്പ വെന്ത് ഉടഞ്ഞു വരണം. അതുവരെ കപ്പ തുറന്നു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. കപ്പ ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. താളിക്കാനായിട്ട് ഒരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കടുക്, 7 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവും വരെ സോട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് 2 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് സോട്ട് ചെയ്യാം. ഇത് നമുക്ക് അങ്ങനെ കപ്പയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാൽ കപ്പ തയ്യാറായി കഴിഞ്ഞു. കപ്പ വ്യത്യസ്തമായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. കപ്പയിലൊക്കെ നല്ലതുപോലെ സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെയൊക്കെ വ്യത്യസ്തമായിട്ടുണ്ടാക്കി ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാം. കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് മീൻ പൊള്ളിച്ചതോ ചിക്കൻ വരട്ടിയതോ കാന്താരി മുളക് ചമ്മന്തിയോ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കും വേണം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങളുടെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.